ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ഭുജിയ, മീൻസ് പനീറിൻ്റെ തോരന്. അത് ഞാൻ പനീർ എടുത്ത് ഇങ്ങനെ പൊടിച്ച് വെച്ചു. പിന്നെ സവോള, പച്ചമുളക്, തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഗ്ലാസ്സിനകത്താണ് ചതച്ച് വെച്ചിരുന്നത്. പിന്നെ നമ്മൾ മസാല പൊടി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കൊണ്ടാക്കാം. ഞാൻ അടുപ്പത്ത് ചട്ടിയോ നമുക്ക് ഈ പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി വന്ന് അതിനകത്ത് നമ്മൾ കടുക് ഇടുക. അത് പൊട്ടി വരുന്നേ നമ്മൾ പച്ചമുളക് ഇട്ടു. ഇനി നമ്മൾ ഈ സവാള അരിഞ്ഞത് നമ്മൾ ഇടുക. ഇടങ്ങ് ഇളക്കി കൊടുക്കണം. അതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു നമ്മൾ 2 മിനിറ്റ് ഒന്ന് അടിച്ചു വെക്കണം. 2 മിനിറ്റായി നമ്മൾ തുറന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ ഇളക്കുക. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യണം. ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തു കൂട്ടി വെച്ചിട്ട് ചിന്നയിലൂടെ നമ്മളങ്ങ് അടച്ചു വെക്കുക. ഇച്ചിരി വാടി കിട്ടാൻ. ഇനി നമ്മൾ തുറന്ന് നോക്കാമോ? എന്നിട്ട് വെള്ളം പറ്റി നമ്മളൊന്ന് ഇളക്കി നോക്കണം. ഗ്യാസ് നിറ്റി എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെക്കണം. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കും. നന്നായിട്ട് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് തക്കാളി ചുമന്ന മുളക് പൊടി ഇട്ട് കൊടുക്കണം. നമ്മളത് എരിവില്ലാത്തതാണ്, എരിവനുസരിച്ച് ഇടുക. നമ്മൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കും. ചെറുതായിട്ട് നമ്മൾ ഞാൻ ചിക്കൻ മസാല ആയിട്ടൊക്കെ ചിക്കൻ മസാല ചെറുതായിട്ട് ഇട്ട് കൊടുക്കണം. ചെറിയ ഇടാവുള്ള നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് തക്കാളി കൂടെ ഇടാം. നമ്മുടെ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി ഉപ്പിടുക. നമ്മൾ ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഒന്ന് തെളിക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കൂട്ടി വെക്കണം. ഉള്ളി തക്കാളി എല്ലാം കൂടെ ഒന്ന് വാടി കെട്ടിട്ടെ അടച്ച് വെക്കത്തിന്. നമ്മൾ തുറന്ന് നോക്കാം. നല്ലപോലെ കണ്ടോ വാടി, മസാല എല്ലാം നല്ലതായിട്ട് വാടി. ഇനി നമ്മൾ ഇങ്ങോട്ട് പനീർ പൊടിച്ചത് ഇട്ടാം. എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളെ മണ്ടി പൊടിച്ചിട്ട് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. നമ്മളതിന് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കണം. വെച്ച് നേരം നമ്മളൊന്ന് അടയ്ക്കാതിൻ്റെ ഫ്ലേവർ ഇറങ്ങട്ടെ. നമുക്കതിൻ്റെ മണ്ടയ്ക്ക് ഇച്ചിരി ക്രീമോ ഇച്ചിരി പാലിൻ്റെ അടുത്ത് ക്രീം നമുക്കതിൻ്റെ മണ്ടയ്ക്ക് ഇടാം. ക്രീം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പനീർ ഭുജിയ റെഡി. നമ്മൾ ചപ്പാത്തിയിലൂടെയും റൈസിൻ്റെ കൂടെയും തിന്നാം. ബൈ ബൈ.